ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പം ഇന്ന് ആവിയിൽ വേവിച്ചെടുക്കാൻ പറ്റുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു അപ്പമാണ് കാണിക്കുന്നത്. ആവിയിൽ വേവിച്ചെടുക്കുന്ന കുമ്പിളപ്പം എന്നോ എന്ത് വേണമെങ്കിൽ ഇതിന് പറയാം. അപ്പം ഞാനിതിന് കുമ്പിളപ്പം എന്നാണ് പറയുക. പക്ഷെ ഇത് സാധാരണ ഉണ്ടാക്കുന്ന ആ കുമ്പിളപ്പം അല്ല കേട്ടോ. സാധാരണ നമ്മൾ കുമ്പിളപ്പം ചക്ക വരട്ടിയിട്ടൊക്കെ ഉണ്ടാക്കുന്ന ഒരു കുമ്പിളപ്പമാണ്. ഇതല്ല. അപ്പോൾ ഇത് നേന്ത്രപ്പഴം കുമ്പിളപ്പാണ്. അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ പഴം കൂടുതൽ കറുത്ത് പോയിട്ട് കളയേണ്ട ഒരു പരുവത്തിലേക്കൊക്കെ എത്തില്ലേ, ആരും കഴിക്കാതെയൊക്കെ. അതുകൊണ്ടൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല സൂപ്പർ ടേസ്റ്റാണ്. അല്ലെങ്കിൽ നമ്മൾ പഴനുറുക്കൊക്കെ ഉണ്ടാക്കില്ല, പഴനുറുക്കും പപ്പടമൊക്കെ ഉണ്ടാക്കുമ്പോൾ പലപ്പോഴും രാവിലെ അത് ബാക്കി വരും. ബാക്കി വന്നാൽ പിന്നെ നമുക്ക് നെക്സ്റ്റ് ടൈം പിന്നെ അത് കഴിക്കാൻ തോന്നില്ല. അങ്ങനെയൊക്കെയുള്ള ഒരു സമയത്ത് ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി നോക്കൂ. ബാക്കി വന്ന പഴം കൊണ്ടോ അല്ലെങ്കിൽ കൂടുതൽ പഴുത്തു പോയ പഴം കൊണ്ടോ ഒക്കെ അത് ഉണ്ടാക്കി എടുക്കാൻ പറ്റും. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നത്. അപ്പോൾ നമുക്ക് കണ്ടു നോക്കാം. അപ്പോൾ നല്ല പഴുത്ത 2 പഴം നന്നായിട്ട് വേവിച്ചിട്ട് അരച്ചെടുത്തതാണത്. പിന്നെ നല്ല പഴുത്തതൊക്കെ ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് 5 മിനിറ്റ് വേണ്ടി വേവിച്ചെടുക്കാൻ. അപ്പോൾ ഞാനത് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് പാലോ അല്ലെങ്കിൽ വെള്ളമോ ഒന്നും ചേർത്തിട്ടില്ല. ഇങ്ങനെ ഇതേപോലെ ഡ്രൈ ആയിട്ട് ഇങ്ങനെ അരച്ചെടുത്താൽ മതി. അത് വേവിച്ച് നമ്മളിത് അരച്ചെടുക്കുമ്പോൾ ഇതിന് കൂടുതൽ ടേസ്റ്റ് ഉണ്ട് പച്ചയായിട്ട് അരയ്ക്കുന്നതിനേക്കാൾ. അപ്പോൾ ഇനി ഒരു പാനിൽ 1 സ്പൂൺ നെയ്യ് ഒഴിക്കുക. അതിലേക്ക് കുറച്ച് തേങ്ങാക്കൊത്ത് ഇടുക. തേങ്ങാക്കൊത്തിൻ്റെ അളവൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് എടുക്കാം കേട്ടോ. ഞാൻ കുറച്ച് അധികം എടുത്തിട്ടുണ്ട്. നമുക്കൊക്കെ തേങ്ങാക്കൊത്തൊക്കെ നല്ല ഇഷ്ടമാണ്. അപ്പോൾ ഒരു 2 പിടി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മളുടെ ടേസ്റ്റിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഇനി ഇതൊന്ന് വറുത്തെടുക്കുക. വല്ലാതെ ഇങ്ങനെ ബ്രൗൺ ആക്കൊന്നും വേണ്ട കേട്ടോ. ഒരുവിധം ലൈറ്റായിട്ട് ബ്രൗൺ ആവാൻ തുടങ്ങുമ്പോഴേക്കും അത് വറുത്ത് കോരിയെടുക്കണം. ഞാനെടുത്തിരിക്കുന്നത് അഴുക്കൊന്നും ഇല്ലാത്ത നല്ല ശർക്കരയാണ്. അപ്പം നിങ്ങളുടെ കയ്യിൽ അച്ചു ശർക്കരയാണ്, അതിൽ അഴുക്കുണ്ടെങ്കിൽ അതൊന്ന് അലിയിച്ചിട്ട് അതിലത്തെ അഴുക്കൊക്കെ കളഞ്ഞിട്ട് ആ ശർക്കരപ്പാനി പാനിലേക്ക് ഒഴിച്ചാൽ മതി കേട്ടോ. ഞാൻ അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു. ഒരു 3/4 കപ്പ് വെള്ളം ഒഴിക്കുക. അപ്പോൾ ശർക്കരയുടെ മധുരം നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ചേർക്കുക. ഞാൻ അതിൻ്റെ അളവ് അങ്ങനെ പറയണമെന്നില്ല. ഇനി ഇതിലേക്ക് ഈ അരച്ച് വെച്ച ഈ നേന്ത്രപ്പഴം ചേർക്കുക. അപ്പോൾ നേന്ത്രപ്പഴം കൂടിയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കുക. ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് ആ നേന്ത്രപ്പഴവും ആ ശർക്കരയും കൂടിയിട്ട് നല്ലൊരു യോജിപ്പ് വരണം. ഒരു 5 മിനിറ്റ് നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഞാൻ ഇതിലേക്ക് ഇപ്പോൾ 1 സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് ഒന്ന് വരട്ടിയെടുക്കുക. അത് കുറേ നേരിട്ട് വരട്ടേണ്ട ആവശ്യമില്ല. ഞാൻ പറഞ്ഞില്ല, 5 മിനിറ്റൊക്കെ മതി. അത് നല്ലൊരു യോജിപ്പ് വരണം ശർക്കരയും ആ ഒരു പഴം കൂടിയിട്ട്. അപ്പോൾ നെയ്യ് ചേർക്കുമ്പോൾ അതിന് പ്രത്യേക ഒരു ടേസ്റ്റാണ്. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ നെയ്യ് ഇഷ്ടമില്ലെങ്കിൽ മാത്രം നിങ്ങൾ ഒഴിവാക്കുക, അല്ലെങ്കിൽ കുറച്ച് ചേർക്കുക, എന്ത് വേണമെങ്കിൽ ചെയ്യാം. ഞാനിപ്പോൾ ഒരു വലിയ സ്പൂണാണ് ചേർത്തത്. പിന്നെ അതുപോലെ തന്നെ നെയ്യിന് എങ്ങനെ പ്രത്യേകിച്ച് അതിനൊരു കറക്റ്റ് ഒരു അളവൊന്നും നോക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ആവശ്യമുള്ള അത്ര നെയ്യ് ഒഴിക്കുക. ഇതിലേക്ക് ആ തേങ്ങാക്കൊത്തും കൂടിയും ചേർക്കുക. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയാണ് അതിൻ്റെ പാകം. കണ്ടില്ലേ, വല്ലാതെ ഇങ്ങനെ കട്ടിക്കല്ല, ഈ ഒരു പാകം. ആ തേങ്ങാക്കൊത്ത് ചേർക്കുക. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് ഗോതമ്പ് പൊടിയാണ്. ഞാൻ ഇതിലേക്ക് ഒരു 1/2 കപ്പ് പിന്നെ ഒരു ലേശം കൂടിയും ചേർത്തിട്ടുണ്ട് ഗോതമ്പ് പൊടി. ഇത് ശ്രദ്ധിക്കേണ്ടത് എന്താണെങ്കിൽ ഈ പഴത്തിൻ്റെ ടേസ്റ്റാണ് മുന്നിട്ട് നിൽക്കേണ്ടത്, ഗോതമ്പ് പൊടിയുടെ അല്ല. അപ്പോൾ കുറേ ഗോതമ്പ് പൊടി ഇട്ടിട്ട് അങ്ങനെ ചെയ്യരുത്. അപ്പോൾ നമുക്ക് ആ ഗോതമ്പിൻ്റെ അല്ലേ ടേസ്റ്റ് കിട്ടുക. പഴത്തിൻ്റെ ടേസ്റ്റ് വരുമ്പോഴാണല്ലോ അതിന് കൂടുതൽ ഒരു സ്വാദ് ഉണ്ടായിരിക്കുക. അപ്പോൾ ആ ഒരു രീതിയിൽ എടുക്കുക. ഞാൻ ഒരു 1/2 കപ്പും പിന്നെ 1 സ്പൂണും കൂടിയും ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും കൂടിയും ചേർത്തിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക. അപ്പോൾ ഇത് നല്ല ചൂടുണ്ട്. പിന്നെ ആവശ്യത്തിന് ഏലക്കാപ്പൊടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഏലക്കാപ്പൊടിയും കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്യുക. ആ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ 1 നുള്ളു ഉപ്പ് ചേർക്കാം കേട്ടോ. ഞാനിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തതിൻ്റെ ശേഷമാണ് കേട്ടോ ഗോതമ്പ് പൊടി ചേർത്തത്. നന്നായിട്ട് മിക്സ് ആക്കുക. ഇതേപോലെ ചെറിയ ഇലക്കഷ്ണങ്ങൾ എടുക്കുക. അതിൻ്റെ മീതെ നെയ്യ് അല്ലെങ്കിൽ വെളിച്ചെണ്ണ എന്തെങ്കിലും പുരട്ടുക. ഇനിയിപ്പോൾ പുരട്ടിയിട്ടില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല കേട്ടോ. ചിലപ്പോൾ ഇത് പുരട്ടുമ്പോൾ വല്ലാതെ അങ്ങനെ നമുക്ക് പരത്താൻ കുറച്ച് ബുദ്ധിമുട്ട് വരും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നെയ്യോ വെളിച്ചെണ്ണയോ ഒന്നും പുരട്ടേണ്ട ആവശ്യമില്ല. എന്നിട്ട് ഇതേപോലെ ചെറിയൊരു കട്ടിക്ക് ഒന്ന് പരത്തിയെടുക്കുക. വല്ലാതെ അങ്ങനെ കനം കുറച്ചിട്ടുമല്ല, കൂടുതൽ കട്ടിക്കുമല്ല, ആ ഒരു രീതിയിൽ കേട്ടോ, ഒരു മീഡിയം.
അപ്പോൾ അത് നന്നായിട്ട് പരത്തിയതിൻ്റെ ശേഷം ഇല മടക്കുക, മടക്കിയിട്ട് അതൊന്ന് പ്രസ് ചെയ്യുക, അത്രേ വേണ്ടൂ. മടക്കിയിട്ട് പ്രസ് ചെയ്യുന്നത് എന്തിനാണെങ്കിൽ അത് എല്ലായിടത്തും ഒരേപോലെ ഒരേ കനത്തിൽ ആയി കിട്ടും, അതിന് വേണ്ടിയിട്ടാണ്. ഇനിയിപ്പോൾ ഞാനിത് ഇഡ്ഡലി പാത്രത്തിലാണ്, ഇഡ്ഡലി ചെമ്പിൽ വെച്ചിട്ടാണ് ഞാൻ ആവി കയറ്റുന്നത്. അപ്പോൾ നിങ്ങൾ സാധാരണ ഏതാ സ്റ്റീമർ ഉപയോഗിക്കുന്നത് വെച്ചാൽ അത് ഉപയോഗിച്ചാൽ മതി. വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് തിളച്ച് ആവി വന്നതിൻ്റെ ശേഷം മാത്രം എണ്ണ വയ്ക്കാവൂ, ആദ്യമേ വെച്ച് കൊടുക്കരുത്. അപ്പോൾ ഞാനിത് നിങ്ങൾ കാണുന്നുണ്ടാവുമല്ലോ, ആവി വന്നു അതിൻ്റെ ശേഷം വെച്ചിട്ട് അടച്ചു വെച്ചിട്ട് ഫുൾ ഫ്ലെയിമിൽ ആവി വന്നതിൻ്റെ ശേഷം മാത്രം ഫ്ലെയിം മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റിയിട്ട് ഒരു 10-12 മിനിറ്റ് വേവിച്ചെടുക്കുക, അത്രേ വേണ്ടൂ. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു 12 മിനിറ്റൊക്കെ വെച്ചു ഞാൻ. അത് കഴിഞ്ഞിട്ട് ഇതാ തുറന്നു കേട്ടോ. അപ്പോൾ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്, നല്ല ടേസ്റ്റാണ് അത് ഇതുപോലെ ഉണ്ടാക്കി കഴിഞ്ഞാൽ. ഇനിയിപ്പോൾ നേന്ത്രപ്പഴം കഴിക്കാൻ മടിയുള്ളവരും ഇതുപോലെ ഉണ്ടാക്കി കുട്ടികൾക്കൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കഴിക്കും. ആ നാളികേരത്തിൻ്റെ ആ ബൈറ്റും ആ നെയ്യിൽ വറുത്ത ആ ഒരു രുചിയും ഒക്കെ ഉണ്ട്, ഏലക്കായുടെ ആ രുചിയും. ഇതിലേതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ഏതെങ്കിലും ഐറ്റം ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കുറയ്ക്കുക അല്ലെങ്കിൽ ഒഴിവാക്കിയിട്ട് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കണ്ട. അപ്പോൾ ഇനി നമുക്ക് വേറെ ഈസി റെസിപ്പി വീണ്ടും കാണാം. താങ്ക് യു.